ചോദിക്കട്ടെ, മാജിക്കിലേക്ക് വരാണെങ്കിൽ മാജിക് പ്ലാനറ്റിൽ ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നാണ് കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നേരിട്ടുകൊണ്ടിരുന്ന ഒരു സ്ട്രഗിള്, തുടക്കത്തിൽ നേരിട്ട സ്ട്രഗിളിനെ കുറിച്ച് ഒന്ന് പറയാം. മാജിക് പ്ലാനിലേക്ക് എത്തുന്നതിന് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സമയത്ത് 17ാമത്തെ വയസ്സിൽ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്തത്. അപ്പൊ വീട്ടില് സ്വത്തിന്റെ ഒക്കെ പേരിൽ എന്റെ അച്ഛമ്മ മരിച്ച സമയത്താണ് വീട്ടിൽ ആര് നോക്കൂ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. വീട്ടിൽ ആരും നോക്കാനില്ല, റിലേറ്റീവ്സിന് എല്ലാവർക്കും സ്വത്ത് പണം ഇതായിരുന്നു അവരുടെ മോഹം. അപ്പോൾ ഞാൻ ഇന്ന് കഴിഞ്ഞാൽ എൻ്റെ കുടുംബ ഷെയർ അവർക്ക് കിട്ടില്ല എന്നും പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ്റെ കുടുംബ ഷെയറാണ് അത് എനിക്ക് കിട്ടിയില്ല. അമ്മൂമ്മയുടെ പേരിലായിരുന്നു ആ സ്ഥലം. അപ്പോൾ എനിക്ക് കിട്ടുമെന്നുള്ള പേരിൽ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഞാൻ പ്രശ്നം തീരുള്ളൂ. കാരണം എനിക്ക് അച്ഛനും അമ്മ ഇല്ലല്ലോ സഹായിക്കാൻ. സത്യം പറഞ്ഞാൽ അന്നത്തെ സമയത്ത് എൻ്റെ നാട്ടിൽ ഇപ്പോഴും ഞാൻ പറയാം, എൻ്റെ നാട്ടിൽ നിന്ന് ഒരൊറ്റ മനുഷ്യൻ പോലും വന്നിട്ടില്ലെന്നുള്ളതാണ്. ഇത് അറിഞ്ഞിട്ട് പോലും ഒരാൾ പോലും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടോ അവൻ എനിക്ക് വേണ്ടി സംസാരിക്കാനായിട്ടോ ഒരൊറ്റ മനുഷ്യൻ പോലും എൻ്റെ നാട്ടിൽ നിന്ന് വന്നിട്ടില്ല. ഓക്കെ, അതെനിക്ക് ഇപ്പോഴും എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. കാരണം എനിക്ക് വേണ്ടി ഒരാൾ സംസാരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എനിക്കന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ വരില്ലായിരുന്നു. ആ സമയത്ത് ക്ലോസ് ആയിട്ടുള്ള ആർക്കും എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അവർ വേറെ ദൂരത്താണല്ലോ താമസിക്കുന്നത്. പക്ഷെ എൻ്റെ വീടിനടുത്തുള്ള ഒരുപാട് ആൾക്കാർ നോക്കിയിപ്പോണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2016 ഏപ്രിൽ മാസം 3-ാം തീയതി രാവിലെ, ഞാൻ ഒരു ഡേറ്റ് പോലും മറക്കില്ല, ഏപ്രിൽ 3-ാം തീയതി രാവിലെയാണ് എന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും, എൻ്റെ അച്ഛൻ്റെ സഹോദരങ്ങളെല്ലാവരും അവരുടെ കുറേ ബന്ധുക്കളെല്ലാം ചേർന്നിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അനിയനാണ് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതും. വീടിൻ്റെ താഴെ പോയി ഒരു തോടിൻ്റെ സൈഡിൽ പോയി കാര്യം ഞാൻ സൂയിസൈഡ് ചെയ്തിട്ട് പോകുന്ന സമയത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഇഷ്യൂ ഇടപെടാനായിട്ട്. അവർ വന്ന സമയത്ത് അവർ പറഞ്ഞു വെച്ചാൽ അവസാനം പ്രശ്നം സോൾവ് ചെയ്ത് ഇങ്ങനെയാണ്, വീടിരിക്കുന്ന 3 സെൻറ്റ് സ്ഥലം എൻ്റെ പേരിലും ബാക്കിയുള്ളത് അവരുടെ പേരിലും എടുക്കുക എന്നുള്ളതായിരുന്നു. എല്ലാം ഒക്കെ വീടിനകത്ത് കയറുന്ന സമയത്ത് വീടിനകത്തിട്ട് വെച്ച് എന്നെ ഉപദ്രവിക്കുകയാണ് ചെയ്തത് എൻ്റെ അച്ഛൻ്റെ സഹോദരങ്ങൾ. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി അതിനകത്ത് നിന്ന് എന്നെ കൊന്നുകളയെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് പിറ്റേന്ന് രാവിലെ കയ്യിലുള്ള ഒരു 150 രൂപയും കുറേ ഡ്രസ്സും പഴയ മാജിക്കിൻ്റെ സാധനമായിട്ട് ഞാൻ വീട് വിട്ടിറങ്ങിയത്. അല്ലേ, സൂയിസൈഡ് ടെൻഡൻസിന്നൊക്കെ എങ്ങനെ അതിജീവിച്ചു? പിന്നെ ആക്ച്വലി സൂയിസൈഡ് പിന്നെയാണ് വീണ്ടും വരുന്നത്. കാരണം ഞാൻ അവിടെ നേരെ ഇവിടേക്ക് വരുന്നുണ്ട്. മാജിക് പ്ലാൻ മുതുകാട് സാറിൻ്റെ അടുത്തേക്കുന്ന സമയത്ത് സാറ് പറഞ്ഞ്, മോന് 17 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ, ഇപ്പൊ നമുക്കിവിടെ ജോലി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെ, പറ്റില്ല. അപ്പോഴത്തേക്കും പറഞ്ഞു നമുക്ക് നോക്കാം മോനെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത നേരെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. കഴക്കൂട്ടം റെയിൽവേ അതെ. ആക്ച്വലി അന്ന് മാജിക്കിലേക്ക് അങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ ഡാൻസർ ആയിരുന്നല്ലോ. ആദ്യമായിട്ടൊരു അമ്പലപ്പറമ്പില് പുള്ളി ഒരു മജീഷ്യൻ വന്നിട്ട് ഒരു ന്യൂസ് പേപ്പർ കൊണ്ട് തുറന്ന് കാണിച്ചു. അതിലേക്ക് ഒരു ഗ്ലാസ് പാലൊഴിച്ചപ്പോൾ നിമിഷം വാനിഷ് ആയിപ്പോയി. അപ്പോൾ അത് എന്താണെന്ന് അറിയാതെ ക്യൂരിയസിറ്റി എൻ്റെ അമ്മൂമ്മയുടെ മുന്നിൽ പോയിട്ട് ന്യൂസ് പേപ്പർ തുറന്ന് കാണിച്ച ശേഷം പാലിന് ഒരു ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചു. പക്ഷെ അതെല്ലാം താഴേക്ക് പോയി. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞ മോനെ മാജിക് എന്ന് വെച്ചാൽ കുട്ടിച്ചാത്തനാണെന്നും അമാനുഷിക ശക്തിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി കുട്ടിച്ചാത്തനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ ദാരിദ്ര്യം മാറുമല്ലോ എന്നുള്ള ഒരു ഇത് കൊണ്ടാണ് ഞാൻ ഈ മാജിക് എന്ന ഫീൽഡിലേക്ക് വരുന്നത്, അത് പഠിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെയാണ് വെള്ളനാട്ടുള്ള മജീഷ്യൻ BC സേനൻ സാറിനടുത്ത് പോയി മാജിക് പഠിക്കുന്നതും പിന്നെയാണ് മാജിക്കിലേക്ക് എത്തുന്നത്.